സംസ്ഥാന സർക്കാരിന്റെ 4ാം നൂറുദിന കർമ്മ പദ്ധതിയുടെ ഭാഗമായി ഇടം പിടിച്ച പ്രധാന കേന്ദ്രമാണ് MG സർവകലാശാല. സമാനതകളില്ലാത്ത വികസന പ്രവർത്തനങ്ങളാണ് ഇവിടെ നടന്നുകൊണ്ടിരിക്കുന്നത്. നാഷണൽ അസസ്മെന്റ് ആൻഡ് അക്രഡിറ്റേഷൻ കൗൺസിലിന്റെ A++ ഗ്രേഡ് നേടി സർവകലാശാല വിവിധ റാങ്കുകളിലും രാജ്യത്തെ മുൻനിര സർവകലാശാലകളിൽ ഒന്നായി മാറിക്കഴിഞ്ഞിരിക്കുകയാണ്. കോട്ടയം ജില്ലയിലും സംസ്ഥാനത്ത് പൊതുവിലുമുള്ള കായിക വളർച്ചയ്ക്ക് ഊർജ്ജം പകർന്ന കേന്ദ്രമായി ഇന്ന് സർവകലാശാല മാറുന്നു. ആ മാറ്റം എന്താണ് എന്ന് നമുക്ക് നേരിട്ടറിയാം. MG യൂണിവേഴ്സിറ്റിയിൽ നിന്നും സനോജ് സുരേന്ദ്രനാണ് മാറ്റങ്ങളെക്കുറിച്ച് പറഞ്ഞു തരാൻ പ്രേക്ഷകർക്കൊപ്പം എനിക്കൊപ്പമുള്ളത്. സനോജ്, ഗുഡ് മോർണിംഗ്. ഗുഡ് മോർണിംഗ് അന്ന. ഗുഡ് മോർണിംഗ്. സനോജ് ആകെ പ്രസന്നവദനായിട്ട് നിൽക്കുകയാണ്. യൂണിവേഴ്സിറ്റിയുടെ നേട്ടങ്ങളെക്കുറിച്ച് പറയാൻ അത്ര തിടുക്കമായി നിൽക്കുകയാണെന്ന് തോന്നുന്നുണ്ട്. അതോ വെയിലേറ്റ് വാടിയിട്ടില്ല എന്ന് തന്നെയാണ്? വെയിലുണ്ട് രാവിലെ, സ്വാഭാവികമായിട്ടും മുഖത്ത് കണ്ണൊക്കെ ഇങ്ങനെ ഇറുക്കി പിടിച്ചൊക്കെയാണ് നിൽക്കുന്നത്. എന്നാലും സുസ്മേരവദനൻ. അങ്ങനെ പെട്ടെന്നൊന്നും പാടില്ല. അങ്ങനെയൊന്നും എന്നെ തളർത്താൻ പറ്റില്ല എന്നല്ലേ? അതെ. അപ്പോൾ സർക്കാരിന്റെ നേട്ടങ്ങളിൽ എടുത്തു പറയാൻ പറ്റുന്ന ഒരു കാര്യം തന്നെയാണ് കോട്ടയത്തെ MG യൂണിവേഴ്സിറ്റി എന്ന് പറയുന്നത്. നേട്ടങ്ങൾ അനവധിയാണ്. ആ വിധത്തിൽ കഴിഞ്ഞ കാലങ്ങളിൽ ഉണ്ടായിട്ടുള്ള നേട്ടങ്ങൾ അത്ര തന്നെയാണ്. മികച്ച ഒരു പ്രവർത്തന പാതയിലാണ് യൂണിവേഴ്സിറ്റി ഉള്ളത് എന്ന് തന്നെയാണല്ലോ. തീർച്ചയായിട്ടും അന്ന, ഈ നേട്ടങ്ങൾ അങ്ങനെ പെട്ടെന്നുണ്ടായ നേട്ടങ്ങളൊന്നുമല്ല. കഴിഞ്ഞ 9 വർഷക്കാലം മുൻപ് മഹാത്മാഗാന്ധി സർവകലാശാലയിൽ വന്നു പോയിട്ടുള്ള ആളുകൾക്ക്, അതിനുശേഷം ഇപ്പോൾ വന്നു പോകുന്ന ആളുകൾക്ക് ഇവിടെ ഉണ്ടായിട്ടുള്ള മാറ്റങ്ങൾ എന്താണ് എന്ന് നേരിൽ കണ്ട് മനസ്സിലാക്കാൻ കഴിയും. സർവകലാശാലയുടെ പ്രവേശന കവാടം മുതൽ ഇങ്ങ് ഉള്ളിലേക്ക് കയറുമ്പോഴെല്ലാം ആ മാറ്റങ്ങൾ വളരെ പ്രകടമാണ്. മുൻപ് പഴകി ദ്രവിച്ച ഒരു പ്രവേശന കവാടമായിരുന്നുവെങ്കിൽ ഇന്ന് യൂണിവേഴ്സിറ്റിയുടെ എല്ലാ പ്രൗഢിയോടും കൂടിയുള്ള ഒരു പ്രവേശന കവാടമാണ് മുൻനിരയിൽ കാണാൻ കഴിയുന്നത്. ഇപ്പോൾ നമ്മൾ നിൽക്കുന്നത് ഇവിടുത്തെ ഒരു പ്രധാനപ്പെട്ട പുൽമൈതാനമാണ്. ഈ പുൽമൈതാനം എന്ന് പറയപ്പെടുമ്പോൾ അന്തർദേശീയ മത്സരങ്ങൾ ഉൾപ്പെടെ സംഘടിപ്പിക്കാൻ കഴിയുന്ന ഒരു ഫുട്ബോൾ മൈതാനമാണ്. അങ്ങനെ സമാനതകളില്ലാത്ത നിരവധി മാറ്റങ്ങൾക്ക് ഈ സർവകലാശാല കഴിഞ്ഞ 9 വർഷക്കാലത്തിനിടയിൽ ഉണ്ടായിട്ടുണ്ട് എന്നുള്ളതാണ് ഏറ്റവും ശ്രദ്ധേയമായിട്ടുള്ള കാര്യം. അതുകൊണ്ട് തന്നെ ഏഷ്യൻ വൻകരയിലെ ഉന്നത വിദ്യാഭ്യാസ മേഖലയുടെ മുന്നേറ്റം അടയാളപ്പെടുത്തുന്ന ദ ടൈംസ് ഹയർ എഡ്യൂക്കേഷൻ യൂണിവേഴ്സിറ്റി റാങ്കിങ്ങിൽ മികച്ച നേട്ടമാണ് സർവകലാശാല കൈവരിച്ചത്. രാജ്യത്തെ 4ാമത്തെ സ്ഥാനമാണ് സർവകലാശാലയ്ക്കുള്ളത്. ഇപ്പോൾ നമ്മൾ ഈ ദൃശ്യങ്ങളിൽ കാണുന്നത് 2.74 കോടി രൂപ ചെലവിട്ട് സർവകലാശാല സ്റ്റേഡിയത്തിൽ നാച്ചുറൽ ടർഫ് ഫ്ലഡ്ലൈറ്റ് കോർട്ട് നിർമ്മിച്ചതാണ്. ആ കോർട്ടാണ് ഇപ്പോൾ നമ്മൾ ദൃശ്യങ്ങളിൽ കാണുന്നത്. അങ്ങനെ നിരവധിയായിട്ടുള്ള നിർമ്മാണ പ്രവർത്തനങ്ങൾ ഇവിടെ നടന്നുകൊണ്ടിരിക്കുന്നു. അണ്ടർഗ്രൗണ്ട് ഒപ്പം ഡ്രെയിനേജ് സംവിധാനങ്ങളോടുകൂടി നിർമ്മിച്ച 105 മീറ്റർ നീളവും 65 മീറ്റർ വീതിയും ഉള്ള ഫുട്ബോൾ കോർട്ടാണ്. രാജ്യാന്തര ഫുട്ബോൾ മത്സരങ്ങൾ ഉൾപ്പെടെ നടത്താൻ പര്യാപ്തമായ രീതിയിലാണ് ഇത് ക്രമീകരിച്ചിട്ടുള്ളത്. ഒപ്പം തന്നെ സംസ്ഥാന സർക്കാർ കിഫ്ബി ഫണ്ട് ഉപയോഗിച്ചുകൊണ്ട് 57 കോടി രൂപ ചെലവിട്ടുകൊണ്ട് സർവകലാശാല സ്റ്റേഡിയത്തിൽ നിർമ്മിക്കുന്ന സ്പോർട്സ് കോംപ്ലക്സിൻ്റെ ഉൾപ്പെടെയുള്ള നിർമ്മാണ പ്രവർത്തനങ്ങൾ വളരെ വേഗത്തിൽ പുരോഗമിച്ചുകൊണ്ടിരിക്കുകയാണ്. അങ്ങനെ കായിക മേഖലയുടെ ഇടത്തിൽ കേരളത്തിൻ്റെ സ്ഥാനം ഊട്ടിയുറപ്പിക്കുന്ന പ്രധാനപ്പെട്ട ഒരു കേന്ദ്രമായി നമ്മുടെ സർവകലാശാല മാറാൻ പോവുകയാണ്. അങ്ങനെ സ്പോർട്സ് മാനേജ്മെൻറ്റ്, സ്പോർട്സ് മെഡിസിൻ, സ്പോർട്സ് എഞ്ചിനീയറിംഗ് തുടങ്ങിയ വിഷയങ്ങളിൽ തലമുറ കോഴ്സുകൾ ഉൾപ്പെടെ നടത്താൻ വേണ്ടിയുള്ള ഒരു തയ്യാറെടുപ്പിലാണ് MG സർവകലാശാല. അങ്ങനെ ഒരുപാട് മാറ്റങ്ങൾ ഇന്ന് സർവകലാശാലയിലുണ്ട്. അത്തരമുള്ള ഒരു മാറ്റത്തിൻ്റെ ഒരു മുൻപിലാണ് നമ്മളിപ്പോൾ നിന്നിട്ടുള്ളത്. ഇപ്പോൾ ഈ സർവകലാശാലയിലെ വിദ്യാർത്ഥികൾ ഇതിൻ്റെ കാര്യങ്ങൾ അനുഭവിച്ചറിയുന്ന ആളുകൾ ഇവിടുത്തെ വിദ്യാർത്ഥികൾ തന്നെയാണ്. സ്വാഭാവികമായിട്ടും ആ വിദ്യാർത്ഥികളോട് നമുക്ക് ചോദിക്കാം, നിങ്ങൾ എത്ര വർഷമായിട്ട് ഈ ക്യാമ്പസിൽ പഠിക്കുന്നു? ഈ ക്യാമ്പസിൽ ഉണ്ടായിട്ടുള്ള മാറ്റങ്ങൾ എത്രത്തോളമാണ്? ഞാൻ ഈ ക്യാമ്പസിനകത്ത് 1ാം വർഷ വിദ്യാർത്ഥിയാണ്. ഒരുപക്ഷെ ഞാൻ ഈ 1 വർഷം ആയിട്ടേ ഇവിടെ വന്നിട്ടുള്ളൂ. പക്ഷേ ഈ 1 വർഷത്തിനുള്ളിൽ തന്നെ ഞാൻ വന്നതിന് ശേഷം തന്നെ വലിയ മാറ്റങ്ങൾ ഇവിടെ ഉണ്ടായിട്ടുണ്ട്. ഈ കാണുന്ന കോർട്ടായി കഴിഞ്ഞാലും അതുപോലെ തന്നെ ക്യാമ്പസിൻ്റെ മുഴുവനായിട്ടും അക്കാദമിക് കോംപ്ലക്സിലായി കഴിഞ്ഞാലും ഇപ്പോൾ പുതിയ കോഴ്സുകൾ അനുവദിക്കുന്നതുമായിട്ട് ബന്ധപ്പെട്ട് കഴിഞ്ഞാലും വലിയ മാറ്റങ്ങൾ അക്കാദമിക രംഗത്തായി കഴിഞ്ഞാലും നമ്മുടെ അക്കാദമിക രംഗവുമായി ബന്ധപ്പെട്ട മറ്റ് ഫീൽഡുകളിലായി കഴിഞ്ഞാലും ക്യാമ്പസിൽ ഉൾപ്പെടെയല്ല, ഇത് കേരളത്തിൽ ഈ ഒരു ക്യാമ്പസിനകത്ത് മാത്രമല്ല നമുക്ക് മുഴുവനായിട്ടും കാണാൻ വേണ്ടി സാധിക്കും. മറ്റ് ക്യാമ്പസുകളിലായി കഴിഞ്ഞാലും നമ്മുടെ പൊതുവിദ്യാഭ്യാസ രംഗത്ത് മുഴുവനായിട്ട് കഴിഞ്ഞാലും ആ ഒരു മാറ്റം നമുക്ക് പ്രകടമായിട്ട് കാണാൻ വേണ്ടി സാധിക്കുന്നുണ്ട്. ഇപ്പോൾ ഒരുപാട് റാങ്കിങ്ങിൽ MG സർവകലാശാല രാജ്യത്ത് തന്നെ അഭിമാനമായി മാറിക്കഴിഞ്ഞിരിക്കുകയാണ്. നിങ്ങൾക്ക് എന്ത് തോന്നുന്നു? നമുക്ക് കാണാൻ വേണ്ടി സാധിക്കും. കഴിഞ്ഞ ഒരു 9 വർഷമായിട്ട് തുടരുന്ന ഒരു പിണറായി സർക്കാർ എല്ലാ ജനവിഭാഗങ്ങളെയും ഉൾക്കൊള്ളിച്ചുകൊണ്ടൊരു വികസനം സാധ്യമാക്കുന്നുണ്ട്. അതുപോലെ തന്നെ എല്ലാ യൂണിവേഴ്സിറ്റിക്കകത്തായാലും ക്യാമ്പസിനകത്തായാലും എല്ലാ വിദ്യാഭ്യാസ സ്ഥാപനത്തിനകത്തായാലും എല്ലാ വിഭാഗം വിദ്യാർത്ഥികളെയും, അതുപോലെ ലൈംഗിക ന്യൂനപക്ഷങ്ങളാകട്ടെ, മതന്യൂനപക്ഷങ്ങളാകട്ടെ, അതുപോലെ തന്നെ പാർശ്വവൽക്കരിക്കപ്പെട്ട വിദ്യാർത്ഥി ജനതയാവട്ടെ, എല്ലാവരെയും ഒരുമിച്ച് ഒരു വിദ്യാഭ്യാസം
ലഭിക്കാൻ വേണ്ടിയിട്ടുള്ള കാര്യങ്ങൾ ചെയ്യുന്നുണ്ട്. അതുമായി ബന്ധപ്പെട്ട് വലിയ പദ്ധതികൾ അല്ലെങ്കിൽ വലിയ പ്രോഗ്രാമുകൾ അക്കാദമിക രംഗത്ത് നടപ്പിലാക്കാൻ വേണ്ടിയിട്ട് ഈ സർക്കാർ ശ്രമിക്കുന്നുണ്ട്. അതിൻ്റെ ഭാഗമായിട്ടൊക്കെ തന്നെയാണ് എല്ലാ വിദ്യാർത്ഥികൾക്കും താമസ സൗകര്യം, എല്ലാ വിദ്യാർത്ഥികൾക്കും പഠിക്കാൻ വേണ്ടിയിട്ടുള്ള ഗ്രാൻഡ്സ് അടക്കമുള്ള കാര്യങ്ങൾ നമ്മുടെ സർക്കാർ പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. ഇപ്പോൾ ഏറ്റവും അവസാനമായി സർക്കാരിൻ്റെ 100 ദിന കർമ്മ പരിപാടിയുടെ ഭാഗമായിട്ട് ഒരു ട്രാൻസ്ജെൻഡർ ഹോസ്റ്റൽ ഈ ക്യാമ്പസിനകത്തേക്ക് വരികയാണ്. ആ രീതിയിലേക്ക് എല്ലാ വിഭാഗങ്ങളെയും കൂട്ടി യോജിപ്പിച്ചുകൊണ്ട് അവരുടെ എല്ലാ അക്കാദമിക് ബ്രില്യൻസും വെളിവാക്കാനുള്ളൊരു പദ്ധതികൾ ആവിഷ്കരിക്കുമ്പോൾ അത് കൃത്യമായിട്ടും അക്കാദമിക രംഗത്ത് ഒരുപാട് റാങ്കിങ് അടക്കമുള്ള കാര്യങ്ങളിൽ കൃത്യമായിട്ട് അത് പ്രതിഫലിക്കുന്നുണ്ട്. ഇപ്പോൾ തന്നെ UGC ഫസ്റ്റ് കാറ്റഗറിയിൽപ്പെട്ട ഒരു കേരളത്തിലെ ഏക സർവകലാശാലയാണ് MG സർവകലാശാല. അത്തരത്തിലേക്ക് ഈ സർവകലാശാല ദിനം പ്രതി വളർന്നുകൊണ്ടിരിക്കുകയാണ്. NAC A++ അടക്കം കിട്ടുന്ന ഒരു രീതിയിലേക്ക് വളർന്നിട്ടുണ്ട്. അത് ചെറിയൊരു കാര്യമല്ല. ലാബ് കോംപ്ലക്സ് എന്നുള്ള രീതിയിലേക്ക് കോടികൾ ചെലവിട്ടുകൊണ്ടുള്ള പദ്ധതികൾ, അതുപോലെ തന്നെ FIUGP പ്രോഗ്രാമുമായി ബന്ധപ്പെട്ട് ഹോസ്റ്റലുകൾ, അതുമായി ബന്ധപ്പെട്ട് ക്ലാസ് മുറികൾ, സ്മാർട്ട് ക്ലാസ് റൂമുകൾ അടക്കമുള്ള കാര്യങ്ങൾ ചെയ്യുന്നുണ്ട്. ആ രീതിയിലേക്ക് നമ്മുടെ വിദ്യാഭ്യാസ രംഗം നമ്മൾ ഒരു അടുത്ത 50 വർഷത്തേക്ക് എങ്ങനെയാണ് നമ്മൾ കാണാൻ ആഗ്രഹിക്കുന്നത് ആ രീതിയിലേക്ക് ഇപ്പോഴേ തന്നെ അതിൻ്റെ പദ്ധതികൾ ആരംഭിച്ചിട്ടുണ്ട് എന്ന് പറയുന്നത് കേരളത്തിന് മറ്റ് സംസ്ഥാനങ്ങൾക്ക് മുന്നിൽ അല്ലെങ്കിൽ ലോകരാജ്യങ്ങൾക്ക് മുന്നിൽ തന്നെ ഏറ്റവും വലിയ രീതിയിലേക്കുള്ള ഒരു മാതൃകയായിട്ട് നമുക്ക് ചൂണ്ടിക്കാണിക്കാവുന്നതാണ് എന്നുള്ളതാണ്. ഇപ്പോൾ ഈ ക്യാമ്പസിലെ എത്രാം വർഷ വിദ്യാർത്ഥിയാണ്? ഇവിടെ വന്നപ്പോൾ ഉണ്ടാകുന്ന മാറ്റങ്ങൾ ഒക്കെ അനുഭവിച്ചറിയാൻ കഴിയുന്നുണ്ടോ? എത്രത്തോളം മാറ്റങ്ങൾ ഈ ക്യാമ്പസിൽ ഉണ്ടാകുന്നുണ്ട്? ഞാനൊരു ശാസ്ത്ര ഗവേഷക വിദ്യാർത്ഥിയാണ്. ഞാനിവിടെ 2ാം വർഷം തുടങ്ങിയിട്ടുണ്ട്. അപ്പോൾ ഞാനൊരു ശാസ്ത്ര വിദ്യാർത്ഥി ആയതുകൊണ്ട് തന്നെ എല്ലാ ക്യാരക്ടറൈസേഷനും അനാലിസിസും ഒക്കെ ഒരു കുടക്കീഴിൽ എന്ന രീതിയിൽ മുൻകൂട്ടി കണ്ടുകൊണ്ട് പുതുതായിട്ടൊരു ബിൽഡിംഗ് നിങ്ങൾ കയറി വന്നപ്പോൾ തന്നെ കാണാൻ സാധിച്ചിട്ടുണ്ടാകും. അതുപോലെ തന്നെ കൺവേർജൻസ്, സെൻറ്റർ ഓഫ് എക്സലൻസ്, അങ്ങനെ ശാസ്ത്ര മാത്രമല്ല മറ്റ് ഗവേഷക രംഗങ്ങൾ കൂടി മുന്നിട്ട് വരത്തക്ക വിധത്തിൽ അനേകം പദ്ധതികളാണ് ഇവിടെ നമുക്ക് കാണാനായിട്ട് സാധിക്കുന്നത്. മാത്രമല്ല നമ്മുടെ ഗവേഷണം എന്ന് പറയുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാകും ഒരുപാട് മാനസിക സമ്മർദ്ദം നിലനിൽക്കുന്ന ഒരു മേഖലയാണ്. പക്ഷേ അതിനെ എങ്ങനെ ലഘൂകരിക്കാമെന്ന് മനസ്സിലാക്കിക്കൊണ്ട് പല സ്പോർട്സ് പോയിന്റ് ഇവിടെ സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്. ഇപ്പോൾ നിങ്ങൾ കാണുന്ന ഈ ഗ്രൗണ്ട് ആണെങ്കിൽ പോലും ഇനി വരുന്ന 100 കോടിയുടെ ഒരു ഫുട്ബോൾ കോർട്ടിൻ്റെ ഒരു പദ്ധതിയുണ്ട്. പിന്നെ അനേകം ബാഡ്മിൻ്റൺ കോർട്ടുണ്ട്. നമുക്ക് മാത്രമല്ല ഇവിടുത്തെ സ്റ്റാഫിന് കൂടെ അവരുടെ കൂടെ ഒരു ശാരീരിക ഉല്ലാസം, ഒരു മാനസിക സമ്മർദ്ദം കുറയ്ക്കുക എന്നുള്ള രീതിയിൽ പുതുതായിട്ടൊരു ഒരു കോർട്ട് സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്. ഒരു ഇൻഡോർ കോർട്ട്, ബാഡ്മിൻ്റൺ ഇൻഡോർ കോർട്ട് സ്റ്റാർട്ട് ചെയ്യുന്നത്. അങ്ങനെ നമ്മുടെ അക്കാഡമിക് പരമായിട്ടും അതുപോലെ തന്നെ നമ്മുടെ ഗവേഷക രംഗം മുന്നിട്ട് നിൽക്കുന്നത് എല്ലാം കൂടെ ഉൾപ്പെടുത്തിക്കൊണ്ടാണല്ലോ നമുക്ക് UGCയുടെ NAC A++ കിട്ടിയത്. അതുപോലെ തന്നെ UGC A1 കാറ്റഗറിയിലോട്ട് നമ്മൾ മുന്നോട്ട് വന്നത്. അപ്പോൾ ഇതെല്ലാം ഈ ഗവൺമെൻറ്റിൻ്റെ പല പദ്ധതികളുടെ എല്ലാം കൂടി ഒരു ഔട്ട്പുട്ട് എന്നോണമാണ് നമ്മളിപ്പോൾ പല രംഗങ്ങളിലും MG യൂണിവേഴ്സിറ്റിയുടെ പേര് മുന്നിട്ട് നിൽക്കുന്നത്. അതാണ് അന്ന, ഈ വിദ്യാർത്ഥികൾ ഇതിൻ്റെ അനുഭവസ്ഥരാണ്. കാരണം ഇത് നേരിട്ട് അനുഭവിച്ചറിയുന്ന വിദ്യാർത്ഥികളാണ്. അവരുടെ വാക്കുകളിലൂടെ തന്നെ നമുക്ക് മനസ്സിലാക്കാൻ കഴിയും ഈ ക്യാമ്പസിലുണ്ടാകുന്ന മാറ്റങ്ങൾ. അതുകൊണ്ട് തന്നെയാണ് രാജ്യത്ത് തന്നെ അഭിമാനമായി മാറിയ ഒരു സർവകലാശാലയായി MG യൂണിവേഴ്സിറ്റി മാറിക്കൊണ്ടിരിക്കുന്നത്. അങ്ങനെ സമാനതകളില്ലാത്ത ഒരു വികസന പ്രവർത്തനങ്ങൾ കഴിഞ്ഞ കുറച്ച് വർഷങ്ങളായി യൂണിവേഴ്സിറ്റിയിൽ നടന്നുകൊണ്ടിരിക്കുന്നു. അത് തുടരുകയാണ്. അതിപ്പോഴും ഈ യൂണിവേഴ്സിറ്റിയുടെ പല ഭാഗങ്ങളിലായി പുരോഗമിച്ചുകൊണ്ടിരിക്കുകയാണ്. അന്ന. അതെ സനോജ്, സംസ്ഥാന സർക്കാരിന്റെ 4ാം നൂറുദിന കർമ്മ പദ്ധതിയുടെ ഭാഗമായി ഇടം പിടിച്ച പ്രധാന കേന്ദ്രമാണ് MG സർവകലാശാല. സമാനതകളില്ലാത്ത നേട്ടം സനോജ് പറഞ്ഞത് തന്നെ ഞാൻ ആവർത്തിക്കുകയാണ്. സമാനതകളില്ലാത്ത നേട്ടം കൈവരിച്ച യൂണിവേഴ്സിറ്റിയുമാണ്. ശരി സനോജ്.